ബഹ്റിനിലെ പ്രവാസികൾക്ക് രാജ്യം വിട്ടുപോകണമെങ്കിൽ സർക്കാരിലേക്ക് കുടിശ്ശികയായി നൽകാനുള്ള തുകകൾ അടച്ചു തീർക്കണമെന്ന നിർദ്ദേശത്തിന് അംഗീകാരം. ബഹ്റിൻ ക്യാബിനറ്റിന്റെ മന്ത്രിതല സമിതിയാണ് നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത്. ബഹ്റൈനിലെ പ്രവാസികൾക്ക് രാജ്യം വിട്ട് പുറത്തു പോകണമെങ്കിൽ സർക്കാരിലേക്ക് അടക്കാനുള്ള എല്ലാ ബില്ലുകളും തുകയും കുടിശ്ശികയും അടക്കേണ്ടി വരുമെന്ന നിർദ്ദേശം സാമ്പത്തിക ധനസന്തുലന കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റിന്റെ മന്ത്രിതല സമിതി അംഗീകരിച്ചു. ഇക്കാര്യം മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മിനിസ്ട്രി മുനിസിപ്പൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫയാണ് ക്യാപിറ്റൽ ട്രസ്റ്റി ബോർഡിനെ അറിയിച്ചത്. 14 മാസം മുമ്പ് സമർപ്പിച്ചിരുന്നതാണ് ഈ നിർദ്ദേശം. ഇത് നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത സംബന്ധിച്ച് പഠനങ്ങൾ ആവശ്യമായതിനാലാണ് അംഗീകാരത്തിന് സമയമെടുത്തത്. മുനിസിപ്പൽ യൂട്ടിലിറ്റി ബില്ലുകളടക്കം എല്ലാം ഇപ്പോൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുമായും സർക്കാർ സ്ഥാപനങ്ങളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് രാജ്യം വിടാൻ ഉദ്ദേശിക്കുമ്പോഴോ വിസ പുതുക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ താമസവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സർക്കാർ സേവനങ്ങൾ തേടുമ്പോഴോ കുടിശ്ശിക സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും. ഈ കുടിശ്ശിക തീർത്താലേ അവർക്ക് ഈ സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ. ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് പ്രവാസികൾ സർക്കാരിലേക്ക് അടക്കേണ്ട കുടിശ്ശിക 4.1 ദശലക്ഷം ദിനാറായിട്ടുണ്ട്. നിലവിൽ കമ്മ്യൂണിറ്റി സൊസൈറ്റികൾ, ക്ലബ്ബുകൾ, ഓർഗനൈസേഷനുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമേ സർക്കാരിന് പണമൊന്നും നൽകാനില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതുള്ളൂ. ഒരു പ്രവാസി ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് വഴിയോ കിങ് ഫഹദ് കോസ്വേ വഴിയോ ഖലീഫ തുറമുഖം വഴിയോ രാജ്യം വിടാൻ ശ്രമിക്കുമ്പോഴെല്ലാം പുതിയ ലിങ്കിംഗ് സംവിധാനം വഴി അവർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ എന്നറിയാൻ പുതിയ പരിഷ്കാരം വഴി സാധിക്കും. പുതിയ സ്മാർട്ട് സിസ്റ്റം വഴി പാസ്പോർട്ട് നമ്പറോ CPRO കൊടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ബോർഡ് വൈസ് ചെയർപേഴ്സൺ ഹുലൂദ് അൽ ഖത്താൻ പറഞ്ഞു. പ്രവാസികൾക്ക് യാത്രാ ടിക്കറ്റ് നൽകുന്നതിന് മുമ്പ് സർക്കാർ കുടിശ്ശിക സംബന്ധിച്ച ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ ഡോക്യുമെന്റോ ആവശ്യപ്പെടാൻ ട്രാവൽ ഏജന്റുമാർക്കും ഓൺലൈൻ ടിക്കറ്റ് ദാതാക്കൾക്കും നിർദ്ദേശം നൽകണമെന്നും അവർ പറഞ്ഞു. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ബഹ്റൈനിലേക്ക് വീണ്ടും മടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാഗികമായി കുടിശ്ശിക അടക്കാനുള്ള അവസരം നൽകാവുന്നതാണ്. പക്ഷേ അവരുടെ സ്പോൺസർ ബാക്കി തുകക്ക് ഗ്യാരണ്ടി നിൽക്കേണ്ടി വരുമെന്നും ഹുലൂദ് അൽ ഖത്താൻ വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ.